അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഈ അടുത്ത് ഞാനൊരു മെസ്സേജ് വായിക്കാനിടയായി. മെസ്സേജിൽ ഇങ്ങനെ കാണാം, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നാം വില കൽപ്പിക്കുന്ന ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അവരിൽ ആരാണ് എന്നുണ്ടെങ്കിലും നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ല, നമുക്ക് സ്ഥാനം തരുന്നില്ല എന്ന് കണ്ടാൽ, വേറെ ഒരാൾ നമുക്ക് വില തരുന്നുണ്ടെന്ന് കണ്ടാൽ അവരോട് കൂടെ പോകണമെന്നൊരു വാർത്ത, ഒരു മെസ്സേജ് ഞാൻ കാണാനിടയായി. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, എന്നെ കേൾക്കുന്നവർ, ആ മെസ്സേജിൻ്റെ ഉടമ ആരാണ് എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു കുടുംബം തകർക്കാനുള്ള ഒരു മെസ്സേജ് മാത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. വളരെ കഷ്ടമാണ് അങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത്. പക്ഷേ ഒരു കുടുംബത്തിൽ നമുക്ക് വില കൽപ്പിക്കേണ്ടവരുണ്ട്. ഒരു കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചും എല്ലാ വിട്ടുവീഴ്ചകളുണ്ടെങ്കിലേ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ. വിട്ടുവീഴ്ച, എല്ലാവർക്കും വിട്ടുവീഴ്ച നല്ലത് തന്നെയാണ്. ആ വിട്ടുവീഴ്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് നമുക്ക് പുറത്താരെങ്കിലും വില കൽപ്പിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവരോട് കൂടെ പോകണമെന്നൊരു മെസ്സേജ് നാം സൃഷ്ടിക്കുമ്പോൾ, ആ പൊന്നു സുഹൃത്ത് എന്നെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭർത്താവ് ഒന്നിരിക്കെ കഷ്ടപ്പെടുന്ന, വിദേശത്ത് കഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കാം. നമ്മുടെ ഭാര്യയാണെങ്കിലോ നമ്മുടെ മക്കളെ നോക്കുന്ന, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. നമുക്ക് വേണ്ടി, നമ്മെ വിശ്വസിച്ച്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച്, ഒരുപാട് വേദനകൾ സഹിച്ച്, എല്ലാ പ്രശ്നങ്ങളും ഇത് എനിക്ക് അള്ളാഹു നൽകിയതാണ് എന്ന് വിശ്വസിച്ച് അതിൽ ക്ഷമിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. നാം ആരെയും വില കുറച്ച് കാണാതെ, അവിശ്വസിക്കാതെ, നമുക്ക് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക. ആരെയും വഞ്ചിക്കാതെ, സ്നേഹത്തിൻ്റെ പുറത്താണ് എന്നുണ്ടെങ്കിലും അല്ലാതെയാണ് എന്നുണ്ടെങ്കിലും ആരെയും സംശയത്തിനിടവരുത്താതെ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഹൈറാത്തുകളും അടുപ്പിച്ച് തരട്ടെ. ദയവ് ചെയ്ത് ഒരു കുടുംബം കലക്കുന്ന, ഒരു കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു മെസ്സേജ് നാം ആരും ഫോർവേഡ് ചെയ്യരുത്. അതുകൊണ്ട് നഷ്ടങ്ങൾ പലതുണ്ടാകും. നമുക്ക് നോക്കിക്കാണുമ്പോൾ അത് വല്ലാത്ത രസമായിരിക്കും ഉണ്ടാവുക. പക്ഷേ അവനവൻ്റെ കുടുംബത്തിന് ഇതേപോലെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നോക്കിച്ചിരിക്കാൻ അപ്പുറത്തും ആളുകളുണ്ടാകും. അക്കരെ പച്ച നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.